സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിറയുന്നൊരു വിവാദം എന്ന് പറയുന്നത് മമ്മൂട്ടിക്കെതിരെയുള്ള വലിയ വിമർശനങ്ങളാണ്. ആ വിമർശനങ്ങൾ ഉണ്ടാവാനുള്ളൊരു കാരണം മമ്മൂട്ടി ഇപ്പോൾ ടർബോ എന്ന് പറയുന്ന ഒരു പുതിയ സിനിമ എടുത്തിട്ടുണ്ട്. ഞാനത് കണ്ടില്ല, പക്ഷേ കണ്ടവരൊക്കെ പറയുന്നത് അതൊരു സാധാരണ തട്ടിപ്പൊളിപ്പൻ സിനിമയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള സിനിമയാണ്. ആ സിനിമയെക്കുറിച്ച് നമ്മുടെ അശ്വന്ത് കോക്ക്, അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്നൊരു നിരൂപകനാണ്. അദ്ദേഹത്തെക്കുറിച്ച് സിനിമാക്കാരൊക്കെ പറയുന്നത് അദ്ദേഹം സിനിമയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. എന്താണ് അദ്ദേഹത്തെ നശിപ്പിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഏതാനും 1-2 വീഡിയോകളെ കണ്ടിട്ടുള്ളൂ. അതിലൊരു വീഡിയോ ഞാൻ കണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം അദ്ദേഹം ബാന്ദ്ര എന്ന് പറയുന്ന ദിലീപിൻ്റെ സിനിമയെക്കുറിച്ച് നടത്തിയിട്ടുള്ള ചില വിലയിരുത്തലുകളാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ദിലീപ് ഒരു ചേപ്ര വിഗ്ഗൊക്കെ വെച്ച് വന്ന് അഭിനയിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അത് വളരെ മോശം സിനിമയായിരുന്നു. പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല. പക്ഷേ അശ്വന്ത് കോക്ക് അത് വളരെ ഭംഗിയായി കളിയാക്കിക്കൊണ്ട് അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം മമ്മൂട്ടിയുടെ തന്നെ പല സിനിമകളെക്കുറിച്ചും മോശവും നല്ലതും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. അദ്ദേഹം ഭീഷ്മപർവം എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ ആ സിനിമ പരാജയപ്പെട്ടില്ല. സിനിമ ജനത്തിന് ഇഷ്ടപ്പെട്ടു, വിജയിക്കുകയാണ് ചെയ്തത്. അതുപോലെ കാതൽ, ഭ്രമയുഗം പോലെയുള്ള പല നല്ല സിനിമകളും മമ്മൂട്ടി എടുത്തിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ അദ്ദേഹം ടർബോ എന്ന് പറയുന്ന ഒരു പുതിയ സിനിമയുമായിട്ട് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. ആ ടർബോയെക്കുറിച്ച് വളരെ മോശം അഭിപ്രായം അശ്വന്ത് കോക്ക് പറഞ്ഞില്ല. പക്ഷേ എങ്കിൽ പോലും അശ്വന്ത് കോക്കിൻ്റെ തംബ്നെയിലിൽ, അതായത് വീഡിയോക്ക് മുമ്പിടുന്ന ആ കാർഡിൽ ഈ ടർബോയുടെയും മമ്മൂട്ടിയുടെയൊക്കെ ഒരു ഫോട്ടോ കൊടുത്തിരുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ആ ഫോട്ടോ പിൻവലിക്കാൻ യൂട്യൂബിൽ തന്നെ ക്ലെയിം ചെയ്തു മമ്മൂട്ടി കമ്പനി. അങ്ങനെ അദ്ദേഹത്തിന് ആ വീഡിയോ തന്നെ പിൻവലിക്കേണ്ടി വന്നു. ഏതാണ്ട് 6-7 ലക്ഷം പേര് കണ്ട വീഡിയോ എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആ വീഡിയോ പിൻവലിച്ചിട്ട് അദ്ദേഹം വീണ്ടും വീഡിയോ പോസ്റ്റ് ചെയ്തു. അതായത് ആ പോസ്റ്ററുകൾ ഒഴിവാക്കിക്കൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത് മമ്മൂട്ടിയുടെ വലിയ അസഹിഷ്ണുതയല്ലേ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. എനിക്ക് നമ്മളെ പ്രബുദ്ധരായിട്ടുള്ള കേരളീയരോട് പറയാനുള്ളൊരു കാര്യം, മമ്മൂട്ടിയിൽ നിന്ന് നമുക്കിത് പ്രതീക്ഷിക്കാം. കാരണം അദ്ദേഹത്തിന് ഏതാണ്ട് ഒരു 73 വയസ്സുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒരു വകതിരിവ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് അദ്ദേഹം ചെയ്തില്ല എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സഹിഷ്ണുത കാണിക്കാമായിരുന്നു, അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കാമായിരുന്നു. കാരണം ഈ കാതൽ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ മമ്മൂട്ടി തന്നെ ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു, സിനിമ നിരൂപണത്തിൻ്റെ വഴിക്ക് പോകും, സിനിമയുടെ വഴിക്ക് പോകും എന്ന് പറഞ്ഞിരുന്നു. അന്ന് അദ്ദേഹത്തെ എല്ലാവരും തന്നെ അനുമോദിച്ചു. അത് കറക്റ്റായൊരു നിരീക്ഷണമാണ്, എന്നെക്കൊക്കെ സമ്മതിക്കാൻ തോന്നുന്ന ഒരു നിരീക്ഷണമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കമ്പനി ഇത് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ വളരെ മോശമായിപ്പോയി. കാരണം ഇത്തരത്തിലുള്ള ഒരു അസഹിഷ്ണുത പോലും അദ്ദേഹം കാണിക്കേണ്ടതില്ലായിരുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഈ നമ്മുടെ കേരളത്തിലെ മലയാളികളായിട്ടുള്ള താരങ്ങളെയൊക്കെ എടുത്ത് തലയിൽ കയറ്റി വെച്ചേക്കാണ്. അവരെന്തോ വലിയ നിലവാരമുള്ളവരാണ്, അവർ വലിയ തോതിലുള്ള വിശാലമായ മനസ്സുള്ളവരാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റാണ്. ഇത്തരത്തിലുള്ളൊരു ധാരണ വരാൻ കാര്യം, നമ്മുടെ ജനം വിചാരിക്കുന്നത് പലപ്പോഴും, ഇപ്പം തമിഴ്നാട്ടിൻ്റെ അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും കേരളത്തിൽ പോലും ജനം വിചാരിക്കുന്നത് ഈ കഥാപാത്രങ്ങൾ, അതായത് നന്മയുള്ള കഥാപാത്രങ്ങളെയൊക്കെ ഇവർ അവതരിപ്പിച്ചേക്കണോണ്ട് അത്തരത്തിലുള്ള മനസ്സ് തന്നെ ആയിരിക്കും ഇവർക്കെന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കഥാപാത്രങ്ങളൊക്കെ വേറെ ആരെങ്കിലും എഴുതി, അത് സ്ക്രിപ്റ്റ് എഴുതി, കഥ എഴുതി, തിരക്കഥ എഴുതി, അതിനുശേഷം ഒരു സംവിധായകൻ എടുക്കുന്നു. ഇവർ നല്ല ആക്ടേഴ്സ് ആയതുകൊണ്ട് ഇവർ തീർച്ചയായിട്ടും അതിനകത്ത് വളരെ നന്നായി തന്മയത്വത്തോടുകൂടി ഞങ്ങളുടെ സ്വഭാവം വരെ ഇതായിരിക്കും എന്നുള്ള നിലക്ക് അഭിനയിച്ച് ഫലിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും മമ്മൂട്ടിയോ മോഹൻലാലോ പോലെയുള്ള ആളുകൾ, വലിയ ഹൃദയവിശാലതയുള്ള, നമ്മുടെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു വലിയ നല്ല സാംസ്കാരിക നായകനോ അല്ലെങ്കിൽ നല്ല രാഷ്ട്രീയക്കാരനോ ഒക്കെ ഉള്ള അത്ര ഹൃദയവിശാലതയൊന്നുമുള്ള ആളുകളല്ല. അതുകൊണ്ട് അവർക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. അവരെ സംബന്ധിച്ച് ഇതെല്ലാം തന്നെ കോടികളുടെ വരുമാനം കിട്ടുന്ന ബിസിനസ്സാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സ്വന്തം കൂടെയുള്ള ഒരു നടി ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയുന്ന ആരോപണം ഉണ്ടായിട്ട് പോലും നമുക്കറിയാം, അതുമായിട്ടൊരു തർക്കം പത്രപ്രവർത്തകരും മറ്റ് താരങ്ങളും, മുകേഷും ഗണേഷും അതുപോലെയുള്ള താരങ്ങളുമായിട്ട് നടക്കുമ്പോൾ നമ്മുടെ തൊട്ട് സൈഡിലിരിക്കുന്ന മോഹൻലാൽ എന്ന് പറയുന്ന നായകൻ, നമുക്കെല്ലാം ആരാധനയുള്ളൊരു നായകൻ, അല്ലെങ്കിൽ നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു നായകൻ, ആ നായകൻ സൈഡിലിരുന്ന് പടം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവരാരെങ്കിലും ഏതെങ്കിലും ഒരു തിന്മക്കെതിരെ സമൂഹത്തിൽ നടക്കുന്നതോ അല്ലെങ്കിൽ സിനിമക്ക് ഫീൽഡിലുള്ള ഒരു തിന്മക്കെതിരെ പോലും പ്രതികരിക്കാൻ, രോഷപ്പെടാൻ, ഒരു ആംഗ്രി യങ് മാൻ എന്ന് പറയുന്ന ഒരു ഷോ കാണിക്കാനൊന്നും ഇവരാരും തയ്യാറായിട്ടില്ല. കാരണം ഇവരുടെ ഒന്നും മനസ്സതല്ല, ഇവരുടെ കഥാപാത്രങ്ങളുടെ മനസ്സാണ് ഇത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് ഈ സംഭവിക്കുന്നതല്ല. അതുകൊണ്ട് മമ്മൂട്ടിയെ നിങ്ങൾ വെറുതെ വിടണം. മമ്മൂട്ടിക്ക് ഇപ്പോൾ ഒരു പക്ഷേ നമുക്കിത് ആവശ്യപ്പെടാം. കാരണം 73 വയസ്സായ ഒരാളാണ്.
സ്വാഭാവികമായിട്ടും മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രായത്തിൻ്റെ പക്വത കാണിക്കേണ്ടതാണ്. അല്ലാതെ അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു നടനായതുകൊണ്ട് മറ്റേ വിശാലമായ മനസ്ഥിതി ഉണ്ടാകണം, സഹിഷ്ണുത ഉണ്ടാക്കണം എന്നൊന്നും പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അപ്പോൾ അതുകൊണ്ട് നിയമപരമായൊരു നടപടി, അതായത് യൂട്യൂബിൽ സ്വന്തം ഫോട്ടോ ഉപയോഗിച്ചു, ആ ഫോട്ടോ ഉപയോഗിച്ചത് അദ്ദേഹം എതിർത്തു. അതുകൊണ്ട് ഫോട്ടോ എടുത്തു മാറ്റിക്കൊണ്ട് ആ വീഡിയോ വീണ്ടും പബ്ലിഷ് ചെയ്യേണ്ടി വന്നു. അത് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പം കുറച്ച് കാണിക്കുന്നതാണ്. അത് നമ്മളെല്ലാവരും ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയാൽ നല്ലത്. പലപ്പോഴും നമ്മുടെ വലിയ എക്സ്പെക്റ്റേഷനിൽ നിന്നാണ് നമുക്ക് വലിയ വിമർശനം ഉണ്ടാകുന്നത്. അത് ഇവരെല്ലാം വലിയ വിശാല ഹൃദയരാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ഇത് തന്നെയാണ് ഒരു നടിയുടെ പീഡിപ്പിക്കപ്പെട്ട ഒരു കേസിൽ പോലും ഉണ്ടായിട്ടുള്ളത്. അമ്മ എന്ന് പറയുന്ന നടന്മാരുടെ സംഘടനയോ നടിമാരുടെ സംഘടനയോ ഒക്കെ അടിമകളുടെ സംഘടനയാണ്. അവരിൽ ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ഇതൊരിക്കൽ പൃഥ്വിരാജ് വളരെ കൃത്യമായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. കാരണം ചില സ്ത്രീകളൊക്കെ എന്നോട് വലിയ പ്രണയം കാണിക്കുമ്പോൾ, പെൺകുട്ടികളൊക്കെ പ്രണയം കാണിക്കുമ്പോൾ എനിക്കറിയാം ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന പൃഥ്വിരാജ് അല്ല എന്നെനിക്കറിയാം. ഞാനൊരിക്കലും സ്വപ്നക്കൂട് എന്ന് പറഞ്ഞ സിനിമയിലെ കാഞ്ഞിരപ്പള്ളിയിൽ എന്തും വിളയും എന്ന് പറയുന്ന ഒരു ഡയലോഗ് പറയുന്ന കഥാപാത്രം പോലെ സ്മാർട്ടായിട്ടുള്ള ഒരാളല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ പ്രണയമെല്ലാം സ്ക്രീനിലെ കഥാപാത്രങ്ങളോടാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ മലയാളികൾ കൂടി അത് തിരിച്ചറിഞ്ഞാൽ പ്രശ്നം തീരും. അതുകൊണ്ട് മമ്മൂട്ടിയൊന്നും അത്ര വിശാല ഹൃദയമുള്ള ആളായി നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല. അത് മോഹൻലാലിനെ കുറിച്ച് വിചാരിക്കേണ്ടതില്ല. ഇവരൊന്നും ഗാന്ധിജിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ നേതാക്കന്മാരുടെ ഒന്നും ശ്രീനാരായണ ഗുരുവിനെ പോലെയൊന്നും എടുത്തു വെക്കാവുന്ന ആളുകളല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മലയാളികൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്. രണ്ടാമത്തത്, അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ഒരു സിനിമാ നിരൂപകനെതിരെ ഇവരെല്ലാവരും വാളെടുക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. സിനിമയിലുള്ള ആളുകൾ മുഴുവൻ അശ്വന്ത് കോക്കിനെ വിളിക്കുന്നു, ചിലരൊക്കെ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളതിൻ്റെ എക്സ്ട്രീം പോയിന്റ് വരെ ഞാൻ കണ്ടു. അത് സിയാദ് കോക്കർ എന്ന് പറയുന്ന ഒരു സിനിമാ നിർമ്മാതാവിൽ നിന്നാണ്. അദ്ദേഹം, ഈ സിയാദ് കോക്കർ എന്ന് പറയുന്ന ഒരാൾ പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു കൊലക്കേസിൽ, അബൂവധക്കേസാണെന്നാണ് എൻ്റെ ഓർമ്മ, ഫോർട്ട് കൊച്ചിയിൽ അദ്ദേഹത്തിൻ്റെ തിയേറ്ററിൽ തന്നെ പണിയെടുത്തിരുന്ന ഒരാളെ കൊല ചെയ്തത് ഞാൻ പണ്ട് പത്രത്തിൽ വായിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിൽപ്പെട്ട് അദ്ദേഹവും അതുപോലെ തന്നെ നമ്മുടെ ആക്ടർ ബാബുരാജും ഒക്കെ, ബാബുരാജ് എന്ന് മഹാരാജ് കോളേജിൽ പഠിക്കുകയാണ്, ബാബുരാജും ഒക്കെ ജയിൽ ശിക്ഷ അനുഭവിച്ചതാണ്. പിന്നീട് ആ കേസ് എന്തായി എന്ന് നമുക്കറിയില്ല. അദ്ദേഹം കൺവിക്ട് ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം കുറച്ച് നാളെങ്കിലും ജയിലിൽ കിടന്നു, അതിനുശേഷം പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ അദ്ദേഹം നമ്മുടെ ഈ പറയുന്ന സിയാദ് കോക്കർ എന്ന് പറയുന്നയാൾ, ഇദ്ദേഹം കഴിഞ്ഞ തവണ ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനം നടത്തിയതിന് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഹാളിൽ വെച്ചൊരു പത്രസമ്മേളനം. ആ പത്രസമ്മേളനത്തിൽ ബി ഉണ്ണികൃഷ്ണനാണ് കൂടുതൽ സംസാരിച്ചത്. ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞത്, നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിരുന്നു. ആ സിനിമയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നിഷാദ് കോയ എന്ന് പറയുന്ന ഒരാൾ തൻ്റെ കഥ മോഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞ് ഒരു ആരോപണം ഉന്നയിച്ചു. അല്ലെങ്കിൽ അദ്ദേഹം ഈ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേദിവസം തന്നെ നാളെ ഇറങ്ങുന്ന സിനിമയുടെ കഥ ഞാൻ പ്രവചിക്കട്ടെ എന്ന് ചോദിച്ച് ഒരു സ്ക്രിപ്റ്റ് ഫേസ്ബുക്കിലേക്ക് ഇട്ടു. ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്നൊക്കെ സമ്മർദ്ദം ഉണ്ടാക്കാൻ അദ്ദേഹം പിൻവലിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ മോഷ്ടിച്ചെടുത്താണ് ഷാരിസ് എന്ന് പറയുന്ന ജനഗണമനയുടെയും ഈ മലയാളി ഫ്രം ഇന്ത്യയുടെയൊക്കെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള ഒരാൾ അദ്ദേഹം മോഷ്ടിച്ചെടുത്താണ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷെ അതിന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ മറുപടി കേട്ട് എനിക്ക് ചിരി വന്നു. കാരണം അദ്ദേഹം പറയുന്നത് ഇത് വലിയ ആകസ്മികതയാണ് എന്നുള്ളതാണ്. അതായത് ഒരാൾ അവിടെ ഇരുന്ന് ഒരു കാര്യം ചിന്തിച്ചു, അതേ കാര്യങ്ങൾ തന്നെ ഇപ്പുറത്തിരുന്ന് ഷാരിസ് ചിന്തിച്ചു. ഷാരിസ് ഇത് നേരത്തെ തന്നെ എഴുതിയതാണെന്ന് ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സ്കോട്ട്ലൻഡിൽ നിന്നും അന്വേഷണത്തിൽ മികവ് കാട്ടിയിട്ട് വന്നിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടുപിടിച്ചു എന്നൊക്കെ ഉള്ളതിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഏറ്റവും ഒടുവിൽ ഇതിനേക്കാൾ വലിയ തമാശ എന്നുണ്ടായത്, ഇത് 2013 രാജീവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നേരത്തെ തന്നെ ഈ കഥ നമ്മുടെ ഇവിടെ ഒരു സംവിധായകൻ പ്രജിത്തിന് വേണ്ടിയിട്ട് ഇത് പറഞ്ഞതാണെന്നും അദ്ദേഹം എല്ലാം ശരിയാകും എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തിട്ടുള്ള സംവിധായകനാണ്, വടക്കൻ സെൽഫിയുടെയൊക്കെ സംവിധായകനാണ്, ആ സംവിധായകനോട് ഇത് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് ഒരു വാദം കൂടി ബി ഉണ്ണികൃഷ്ണൻ ഉന്നയിച്ചു. അപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ അവിടെ മഹാനാകാനൊരു ശ്രമം നടത്തി. അത് പറഞ്ഞത് ഈ രാജീവിനെ കൊണ്ട് ഇനി സിനിമ ചെയ്യിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ അന്തിമമായ പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള പല തള്ളുകളും പല ചതികളുടെയൊക്കെ ഒരു രംഗമാണ് സിനിമ എന്ന് പറയുന്നത്. സത്യത്തിൽ
ഈ 3 പേരും ഇതെവിടെ നിന്ന് അടിച്ചു മാറ്റിയതാണ് എന്ന് മാത്രമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇതൊക്കെ ഇപ്പോൾ മാത്രമല്ല കേട്ടോ, താളവട്ടം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ പണ്ട് ഇത് അടിച്ചു മാറ്റിയതാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പല സിനിമകളും, ഞാനിപ്പോൾ അതിൻ്റെ ലിസ്റ്റിലേക്കൊന്നും പോകുന്നില്ല, അത്തരത്തിലുള്ള പല സിനിമകളും ഇതുപോലെ കഥകളൊക്കെ അടിച്ചു മാറ്റി പലരും എഴുതി പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ട്. ചിലരൊക്കെ അതിന് സ്റ്റേറ്റ് അവാർഡ് പോലും മേടിച്ചിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കന്നം തിരിവുകൾ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ സിനിമയിൽ അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പത്രസമ്മേളനത്തിൽ വെച്ച് സിയാദ് കോക്കർ പറയുന്നൊരു വാചകം, ഇനി നിഷാദ് കോയ ഇൻഡസ്ട്രിയിൽ വേണോ വേണ്ടേ എന്ന് ഞാൻ തീരുമാനിക്കും എന്നാണ്, എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ നിഷാദ് കോയ അയാളുടെ ഒരു കഥ ഫേസ്ബുക്കിൽ, അയാളുടെ കയ്യിലുള്ള സ്ക്രിപ്റ്റ് അയാൾ ഫേസ്ബുക്കിലിട്ടു. അയാൾ പറഞ്ഞു നാളത്തെ വരാൻ പോകുന്ന ഒരു സിനിമയുടെ കഥ പ്രവചിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഥയല്ലെങ്കിൽ പിന്നെ അയാളുടെ കഥ ഫേസ്ബുക്കിൽ ഇടുന്നതിന് എന്താണ് കുഴപ്പം എന്ന് ഒരു പത്രക്കാരനും അതിനകത്ത് കൃത്യമായി ചോദിച്ചില്ല, ഒരു മീഡിയ പ്രവർത്തകനും ചോദിച്ചില്ല. അതിൽ എനിക്ക് തന്നെ വലിയ ലജ്ജ തോന്നി. കാരണം ഇവരൊക്കെ പറയുന്ന ഡയലോഗ് കേട്ടിട്ട് അവിടെ എല്ലാ മാധ്യമ പ്രവർത്തകരും വളരെ തൊഴുകൈകളോടുകൂടി അടിമകളെ പോലെ ഇരിക്കുന്നതാണ് ഞാൻ ആ പത്രസമ്മേളനത്തിൽ കണ്ടത്. രണ്ടാമത് ഏറ്റവും വലിയൊരു ഡയലോഗ് ഈ പറയുന്ന സിയാദ് കോക്കർ നമ്മുടെ മൂവി വേൾഡ് എന്ന് പറയുന്ന ഒരു ചാനലിന് കൊടുത്തേക്കണ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹം പറയുന്നത് ഈ സിയാദ് അശ്വന്ത് കോക്ക് എന്ന് പറയുന്നവൻ ഇനി നിരൂപണം നടത്തണമെങ്കിൽ അവൻ എന്നെ വന്ന് സിനിമ പഠിപ്പിക്കണം, അതായത് സിനിമ എങ്ങനെ എടുക്കണമെന്ന്. അവൻ സിനിമയെക്കുറിച്ച് കുറ്റം പറഞ്ഞോളൂ, പക്ഷെ പറയുന്നതിന് മുമ്പ് അവൻ വന്നിട്ട് എന്നെ സിനിമ എങ്ങനെ എടുക്കണം എന്ന് പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ അത് എനിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഞാനത് അനുവദിക്കുള്ളൂ. അല്ലെങ്കിൽ നിയമപരമായി നേരിടും എന്നല്ല പുള്ളി പറയുന്നത് നിയമപരമായിട്ടൊക്കെ നേരിട്ടാൽ അതിന് കുറച്ചുകൂടി സമയമെടുക്കും, അല്ലാത്ത വഴിക്ക് വേണമെങ്കിൽ നേരിടും, ഞാൻ അതിൻ്റെ ശിക്ഷ വേണമെങ്കിൽ അനുഭവിച്ചോളാം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ പറയുന്ന ഡയലോഗുകളാണ് സിയാദ് കോക്കറിൻ്റെ വായിൽ നിന്നും വന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ അതൊട്ടും യോജിച്ചതല്ല, അങ്ങേറ്റം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ കേട്ടിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് വിളിക്കാവുന്ന ഒരാൾക്ക് പോലും ഇത് തെറ്റായി തോന്നുകയോ തിരുത്തുകയോ ചെയ്തില്ല. അത് നിയമം കയ്യിലെടുക്കുന്ന കാര്യമാണ് എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കണം, അത് ചോദ്യം ചെയ്യപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സിയാദ് കോക്കറെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അദ്ദേഹം പണ്ട് തന്നെ ഒരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന അബു എന്ന് പറയുന്ന ഒരാളുടെ വധക്കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയുന്നു. ഇത് കേൾക്കുമ്പോൾ എനിക്ക് സിയാദ് കോക്കറോട് ചോദിക്കാനുള്ളത്, നമ്മളൊരു ഓട്ടോറിക്ഷയിൽ കയറുന്നു എന്ന് വിചാരിക്കും, സിനിമയൊക്കെ വിട്ടേക്കൂ, ഒരു ഓട്ടോറിക്ഷയിൽ കയറും. അപ്പോൾ ഓട്ടോറിക്ഷ നിങ്ങൾ നന്നായിട്ടല്ല ഓടിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ ആ ഓട്ടോറിക്ഷക്കാരോട് പറയുന്നു, ഞങ്ങൾ കാശ് കൊടുത്ത് യാത്ര ചെയ്യുന്ന ഓട്ടോറിക്ഷയാണ്, നിങ്ങളിത് മര്യാദക്ക് ഓടിക്കണം എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. സിയാദ് കോക്കറിൻ്റെ ഭാഷ എടുത്തിട്ടുണ്ടെങ്കിൽ സിയാദ് കോക്കർ പറയുന്നത് നമ്മൾ ഓട്ടോറിക്ഷക്കാരെ പിടിച്ച് പുറത്തേക്ക് ഇറക്കണം എവിടെയെങ്കിലും നിർത്തിയിട്ട്, എന്നിട്ട് നമ്മൾ ഓട്ടോറിക്ഷ എങ്ങനെയാണ് നന്നായിട്ട് ഓടിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഓട്ടോറിക്ഷക്കാരനെ വിമർശിക്കാൻ അർഹതയുള്ളൂ എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള വിഡ്ഢി ന്യായങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ അവസാനിപ്പിക്കാനുള്ള സമയമായി എൻ്റെ പൊന്ന് സിയാദ് കോക്കറെ, അതുപോലെ തന്നെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ മനസ്സിലാക്കണം. 1000 രൂപ ഒരു കുടുംബം തിയേറ്ററിൽ പോയിട്ട് വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു 1500-2000 രൂപയാണ് ലുലു മാള് പോലെ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഫോറം മാള് പോലെയുള്ള സംഭവങ്ങളിൽ പോകുമ്പോൾ അവിടെ 500 രൂപ 600 രൂപയാണ് ടിക്കറ്റ്. ആ ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് 150 രൂപയുടെയും 360 രൂപയുടെയും പോപ്കോണും മേടിച്ച് ഈ വിരസമായ സിനിമ കണ്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സാധാരണ പറയുന്നൊരു ഡയലോഗുണ്ട്, നിങ്ങളങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, ഞങ്ങളടുത്ത് പറയണ്ട എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള വലിയ തിട്ടൂരമൊന്നും ഇറക്കണ്ട. ഇവിടെ കൃത്യമായി ഏതൊരു പ്രൊഡക്റ്റ് മേടിച്ചാലും മേടിക്കുന്നവൻ അതിനെക്കുറിച്ച് ഗൂഗിൾ റിവ്യൂ ഇടാം, അതിനെക്കുറിച്ച് അവൻ അഭിപ്രായം പറയാമെന്നുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചും അഭിപ്രായം പറയാം, അതിലൊരു വ്യത്യാസവുമില്ല. അല്ലാതെ അതുകൊണ്ടൊന്നും അശ്വന്ത് കോക്കിനെ പോലെയുള്ള ആളുകളെ അങ്ങോട്ട് തീർത്ത് കളയാം എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. സിനിമാക്കാർക്കൊരു കൊമ്പുമില്ല. സിനിമാക്കാർ പലപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, മറ്റൊരു ഇൻഡസ്ട്രിക്കും ഇല്ലാത്ത എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഡിഗ്നിറ്റി ഈ സിനിമാക്കാർക്കൊന്നും കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എനിക്ക് പറയാനുള്ളൊരു കാര്യം ഗവൺമെൻറ്റിനോട്, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടണം. ഈ സിനിമയെക്കുറിച്ച് പഠിച്ച് അവിടുത്തെ കൊള്ളരുതായ്മകൾ മുഴുവൻ എഴുതി വെച്ച റിപ്പോർട്ട് രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ബന്ധം മൂലം സിനിമാക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ CPM ഗവൺമെൻറ് LDF ഗവൺമെൻറ് എടുത്ത് ഭരണത്തേക്ക് വെച്ചേക്കാണ്. നടക്കില്ല. അത് ഗവൺമെൻറ്റിനോട് പുറത്തുവിടാൻ പറയണം. ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം എന്താണെന്ന് ജനം കാണട്ടെ. അല്ലാതെ അതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഈ രീതിയിലുള്ള അസഹിഷ്ണുതയും നിങ്ങളുടെ ക്രിമിനൽ വൽക്കരണവും കൊണ്ട്, മാഫിയ വൽക്കരണവും കൊണ്ട് മലയാള സിനിമ പോകുന്നത് നാശത്തിലേക്കാണ്. നമ്മുടെ
ഒരു സിനിമയിൽ നെടുമുടി വേണു ഒരു തൊപ്പിയൊക്കെ വെച്ചെന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്കെന്ന്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇപ്പം ഏറ്റവും ഒടുവിൽ സിനിമ 1000 കോടിയുടെ കളക്ഷനിലേക്ക് വന്ന് മലയാള സിനിമ ഒന്ന് മെച്ചപ്പെട്ടു വരുന്ന അവസ്ഥയാണ്. ഇതാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്കിൽ നിങ്ങൾ വീണ്ടും, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്.